നമ്മൾ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മെയിൻ കലാപരിപാടി ഉണ്ടല്ലോ, അത് തന്നെ നമ്മുടെ വണ്ടി പൂജ. അങ്ങനെ ആ ദിവസം എത്തിയേക്കുവാണ്. അങ്ങനെ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പൊ തിരുമേനി പറഞ്ഞു ഇനി ദീപാരാധന കഴിഞ്ഞ ശേഷം മാത്രമേ വണ്ടി പൂജ നടക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ പോയി തിരുമേനി പറഞ്ഞ വെറ്റിലയും നാരങ്ങയും എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ദീപാരാധന കഴിഞ്ഞ് തിരുമേനി വണ്ടി പൂജിക്കാൻ എത്തിയിട്ടുണ്ട്. അല്ലുക്കുട്ടൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ലൂസൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മളല്ലാതെ അമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴുതൊക്കെ വരുവാണെങ്കിലും വണ്ടി പൂജിക്കുന്നതൊന്നും അവൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ അതിന്റെ ഇടയ്ക്ക് തിരുമേനി അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണും കലാശവും ഒക്കെ കാണിച്ച് അവൻ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു തേങ്ങ ഇങ്ങനെ തിരുമേനി പൂജിച്ചിട്ട് കൊടുത്തപ്പോൾ പാവം അരുൺ വിചാരിച്ച് തൊട്ട് തൊഴുവാനായിരുന്നു. പക്ഷെ അല്ലായിരുന്നു കേട്ടോ, വണ്ടിയുടെ ചുറ്റും അതുമായിട്ട് ഇങ്ങനെ അരുൺ നടക്കണമായിരുന്നു. അത് കഴിഞ്ഞ് തിരുമേനി നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി തിരുമേനി പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ കൂടെ കയറ്റി ഇറക്കിയിട്ട് വലത്തോട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അരുൺ അങ്ങനെ വലത്തോട്ട് തന്നെ തിരിഞ്ഞു പോവുകയാണ്.